പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകുന്നവർ പറയാറുണ്ട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഈ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്നും അതെങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ് ഈ ഒരു ടെൻഡൻസികളെല്ലാം. ആദ്യമായിട്ട് ഒരു ഹേർഡിങ് ബിഹേവിയർ ഉണ്ട്. നമ്മൾ പണ്ട് ട്രൈബൽ സൊസൈറ്റി ആയിട്ട് നിലനിന്നിട്ടാണ് ഇപ്പോഴത്തെ മോഡേൺ സൊസൈറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടമായിട്ട് നിൽക്കാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ട്. എല്ലാവരും എന്ത് ചെയ്യുന്നു അത് ചെയ്യാനാണ് നമ്മുടെ ബ്രെയിൻ വയേർഡായിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്താൽ, ഒരു സ്റ്റോക്കിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്താൽ അവിടേക്ക് നമ്മൾ ചെല്ലും. ഇത് അവോയ്ഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റോക്കിൽ പ്രൈസ് ഹൈക്ക് ഉണ്ടാകുകയും ആ ഹൈക്ക് പീക്കിലെത്തുമ്പോൾ അതിനകത്ത് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ പൈസ വലിച്ചിട്ട് നഷ്ടം താഴേക്ക് പോവുകയും നമുക്ക് നഷ്ടം വരികയും ചെയ്യും. അതുകൊണ്ട് എന്താണെന്ന് ഇത് കൊറിയയിലും തൈവാനിലും ജപ്പാനിലും അടുത്ത കാലത്ത് നടന്നതാണ്. അതിനകത്ത് പൈസ പോയത് കൂടുതലും സാധാരണ ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഒരു മോബ് ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതേ ഇതിനകത്ത് ചെയ്യാനുള്ളൂ. അത് പോയത് പോട്ടെ, ഇവിടെ നൂറുകണക്കിന് സ്റ്റോക്ക്, നല്ല സ്റ്റോക്കുകളുണ്ട്, ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് നമുക്ക് എടുക്കാം. രണ്ടാമത്തത് ആങ്കറിങ് എഫക്റ്റ്, അവൈലബിൾ ബയാസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതായത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു റെഫറൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു സ്റ്റോക്ക് 100-ലെത്തിയായിരിക്കുക, അത് നമ്മുടെ മനസ്സിൽ കിടക്കും. അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഹെഡ്ലൈൻ വന്നു, ഇത് 100-ലെത്തി, നമ്മുടെ മനസ്സിൽ കിടക്കും. പക്ഷേ അതൊരു 50-ലേക്ക് എത്തുമ്പോൾ നമ്മളതൊരു എന്താ പറയുക, ഒരു ഡിസ്കൗണ്ടായിട്ട്, ഒരു കടയിൽ 50% ഡിസ്കൗണ്ട് കിട്ടുന്ന മാതിരി നമ്മൾ ചെന്ന് വാങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ അത് ചിലപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ ഇഷ്യൂ, അതിൻ്റെ ഫണ്ടമെൻ്റൽസിലെ ഇഷ്യൂ കൊണ്ടായിരിക്കാം അത് 50-ലേക്ക് താഴ്ന്നത്. അത് നോക്കാതെ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ അത് 50-ൽ നിന്ന് മുകളിലേക്ക് കയറണമെന്നില്ല എന്ന് തന്നെയല്ല, അത് പിന്നെ താഴേക്കും പോകാം. ഇതാണ് ആക്ച്വലി സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ റിട്ടേണിൻ്റെ ഒരു ഫങ്ഷനാണ്. അത് മേ ബി വിത്ത് ടൈം അത് മാറുമായിരിക്കും. പിന്നെ ഉള്ളത് ഡിസ്പോസിഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് ലോസ് ഓഫ് അവേർഷൻ എന്ന് പറയും. അതായത് നമുക്കൊരു സ്റ്റോക്ക് വിൽക്കുമ്പോൾ 10 രൂപ ലാഭം കിട്ടിയാലും അത് വിൽക്കുമ്പോൾ 10 രൂപ നഷ്ടം കിട്ടിയാലും നമ്മുടെ ബ്രെയിൻ അത് റിസീവ് ചെയ്യുന്നത് 2 രീതിയിലാണ്. അതായത് നമുക്ക് ഒരു സ്റ്റോക്ക് വിൽക്കുമ്പോൾ 10 രൂപ നഷ്ടം കിട്ടുമ്പോൾ അത് ഇരട്ടി ബുദ്ധിമുട്ടോടു കൂടിയാണ് നമ്മുടെ ബ്രെയിൻ എടുക്കുക. അതായത് അതൊരു തോൽവിയായിട്ടാണ് നമ്മുടെ ബ്രെയിൻ എടുക്കുക. അപ്പം നമ്മൾ ഒരു സ്റ്റോക്ക് താഴേക്ക് പോരുമ്പോൾ അതിൽ നമ്മൾ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കും. അതായത് ഇത് തിരിച്ച് വരും എന്നുള്ളത് നമ്മളപ്പോൾ സ്റ്റഡി ചെയ്തിട്ട് അതിനാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. അതേപോലെ തന്നെ ചില സ്റ്റോക്കുകൾ നമ്മൾ ഒത്തിരി നേരത്തെ വിൽക്കും, ഇച്ചിരി ഒരു ലാഭം കിട്ടുമ്പോൾ പെട്ടെന്ന് വിൽക്കും. അതും നമ്മുടെ ഒരു ലാഭത്തിൽ നിന്ന് നമ്മളെ അകറ്റുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും നമുക്ക് പ്രൈസ്, ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഒരു വാല്യൂ വയ്ക്കാറുണ്ട്. അതിനേക്കാൾ നല്ലതായിട്ട് ഇപ്പോൾ കൂടുതൽ അതിനകത്ത് കൂടുതൽ ഫിഗേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് പെഗ് വെച്ചിട്ട് നമുക്കിതിനെ സ്റ്റോപ്പ് ലോസും അതേപോലെ തന്നെ അത് ബലൂണിങ് ആണോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മാന്യമായ ഒരു ലാഭം അവിടെ കിട്ടുകയും ചെയ്യും. പിന്നെ ഒന്ന് പറയുന്നത് നരേറ്റീവ് ഫാലസി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എപ്പോഴും ഒരു സ്റ്റോറികളോട് അഡിക്റ്റഡ് ആണെന്ന് തന്നെ പറയാം. അതായത് ഇപ്പോൾ നമ്മളെ എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് നിർത്താനായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് സ്റ്റോറീസാണ്. അതേമാതിരി തന്നെ ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്കിൻ്റെ കാര്യത്തിനകത്ത് പുതിയൊരു നറേറ്റീവ് കൊണ്ടുവരികയാണ്. AI അല്ലെങ്കിൽ സ്പേസ്, നാനോടെക്, ഇങ്ങനത്തെ വാക്കുകൾ, പുതിയ ഇൻഡസ്ട്രികളുടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചാടാൻ ഒരു ടെൻഡൻസി ഉണ്ടാകും. പക്ഷെ നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടുത്തെ അതിൻ്റെ ഏത് ഫീൽഡാണെങ്കിലും ഏത് സെക്ടറാണെങ്കിലും അതിൻ്റെ ക്യാഷ് ഫ്ലോ, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് എല്ലാം ചെക്ക് ചെയ്യുക. ഡെപ്റ്റ്, വാല്യുവേഷൻ എല്ലാം പഠിച്ചിട്ടേ നമ്മൾ അത് പുതിയ സെക്ടറാണെങ്കിലും പഴയ സെക്ടറാണെങ്കിലും നമ്മൾ എൻ്റർ ചെയ്യാവുള്ളൂ. ഇതാണ് 4 കാര്യങ്ങൾ. ഇനി നമുക്കത് പ്രാക്ടിക്കലായിട്ട് എടുക്കാം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഷോർട്ടറാണ് പീരിയഡ്. നമ്മൾ സ്റ്റോക്ക് കയ്യിൽ വെക്കുന്ന പീരിയഡ് ഷോർട്ടർ ആകും തോറും റിസ്ക് കൂടും. അതുകൊണ്ടാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് മൾട്ടി ബാഗറാണ്, അത് കോമ്പൗണ്ടിങ് ആണ് എന്നൊക്കെ പറയുന്നത്. അത് ശരിയാണ്, അതിനകത്ത് പല ഫാക്ടേഴ്സും ഉണ്ട്. എന്നാലും ജനറലി റിസ്ക് കൂടുതൽ
ടൈം ഷോർട്ടൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 90% ഈ ഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് നഷ്ടം വരാനൊരു ചാൻസ് കാണിക്കുന്നത്. പിന്നെ ഒന്ന് നമ്മൾ ഒരാളുടെ അതുകൊണ്ട് നമ്മൾ പറ്റുന്നിടത്തോളം ലോങ് ടൈമിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക. അതാണ് സേഫർ സൈഡ്. പിന്നെ ഒന്ന്, നമ്മൾ ഒരാൾ എന്തെങ്കിലും ഒരു ടിപ്പ് തന്നു എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് അവിടെ നിന്ന് ഒരു ടിപ്പ് കിട്ടിയെന്ന് വിചാരിച്ചത് ഓടിപ്പോയി വാങ്ങരുത്. അത് നിങ്ങളുടേതായ സ്റ്റഡി ചെയ്ത് നിങ്ങൾക്ക് കൺവിക്ഷൻ വന്നാലേ അത് വാങ്ങാവുള്ളൂ. പിന്നെ ഒന്നുള്ളത്, എമോഷണൽ ട്രാൻസാക്ഷൻസ് നമ്മളിത് ചെയ്യരുത്. അതായത് വാങ്ങുന്നതും വിൽക്കുന്നതും ഒരു എമോഷണൽ അവസ്ഥയിൽ ചെയ്യരുത്. പിന്നെ നമ്മളെപ്പോഴും അത് സ്റ്റഡി ചെയ്യണം, അതിനുശേഷം അത് ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ വേണമെങ്കിൽ ഒരു കൂളിംഗ് ഡൗൺ ടൈം കൊടുത്തിട്ടേ ഡിസിഷൻ എടുക്കാവുള്ളൂ. കാരണം പെട്ടെന്നൊരു എമോഷണൽ ഇത് വെച്ചിട്ട് നമ്മളൊരു ഡിസിഷൻ എടുത്താൽ അത് തെറ്റാവാനാണ് ചാൻസ് കൂടുതൽ. അപ്പം അതിനകത്ത് ഒരു ലോയൽ ബ്രാൻഡിങ്ങും ഒക്കെ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അതായത് നമുക്ക് ഒരു സ്റ്റോക്കിനോട് നമുക്കൊരു ലോയൽറ്റി ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിനകത്തേക്ക് ക്ലിങ് ചെയ്യാനൊക്കെ ശ്രമിക്കും. അതൊക്കെ നാച്ചുറലാണ്. പക്ഷെ അങ്ങനെയല്ല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പഠിക്കാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസിലേക്ക് പോകണം. പിന്നെ അതിനകത്ത് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ അതുണ്ടാക്കുന്നവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് EPS പ്രോഫിറ്റൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് മാനിപ്പുലേറ്റഡ് ആകാം ചില സ്റ്റോക്സുകളിൽ. അപ്പോൾ അതിൻ്റെ കൂടെ ക്യാഷ് ഫ്ലോയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ആ ക്യാഷ് ഫ്ലോ മാനിപ്പുലേഷൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഈ മൂന്നും കൂടെ ഒരുമിച്ച് ഒത്തുപോകില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എന്താണെങ്കിലും ഒരു സ്റ്റഡീഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ, അതായത് എപ്പോഴും നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് പറയുന്ന മാതിരി തന്നെ നിങ്ങളെപ്പോഴും ഒരു സെബി രജിസ്റ്റേർഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറുടെ കീഴിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.